നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് എപ്പോഴും ചോദിക്കണം. അള്ളാന്റെ ഖൈർ എപ്പോഴും ചോദിക്കണം, ഫضل ചോദിക്കണം, ഔദാര്യം ചോദിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അല. അല്ലാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു മേടിക്കാനുണ്ട്, എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഏറ്റവും വലിയ വിജയമായ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി പടച്ചവനോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഇദാ സഅല അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫൽയുക്സിർ, ധാരാളം ചോദിച്ചോളൂ, പിശിക്കണ്ട. അള്ളാഹിനോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും മടിക്കണ്ട, ഒരു ലജ്ജ തോന്നണ്ട. അങ്ങനെ ചെറിയ കാര്യമൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഇത്രയും വലിയതൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഒരുപാട് അങ്ങനെ പ്രാവർത്തിച്ച് പറയാൻ പറ്റുമോ? ഒന്നും നീ വിചാരിക്കണ്ട. ഫഇന്നഹു യസ്അലു റബ്ബഹു, നീ ചോദിക്കുന്നത് എല്ലാം തരാൻ കഴിവുള്ള റബ്ബിനോടാണ്. ഒരു മടിയും കൂടാതെ കെഞ്ചി കെഞ്ചി യാചിച്ച് നീ റബ്ബിനോട് എല്ലാ ഖൈറും ചോദിച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്വഹാബി, ഒട്ടനേകം ഹദീസുകൾ, 4000-ലേറെ ഹദീസുകൾ ലോകത്തിന് സംഭാവനകളായി നൽകിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് മജ്ലിസിൽ വെച്ച് പറഞ്ഞതാണ്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. ഇതൊരു റമദാനിലെ മാത്രം കാര്യമല്ല, ഒരു ദുൽഹിജ്ജയിലെ ഏതാനും ദിവസങ്ങളിലുള്ള കാര്യം മാത്രമല്ല, എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മഹത്തരമായ മൂല്യമാണ് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളത്. ലൈസ ശൈഉൻ, ഒരു കാര്യവുമില്ല, അക്റമ അലല്ലാഹി തആല, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ആദരവ് ലഭിക്കുന്ന കാര്യം മിനദ് ദുആ, ഈ പ്രാർത്ഥനയേക്കാൾ. അല്ലാഹു നമ്മളെ ആദരിക്കും. അല്ലാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ? ഏറ്റവും ആദരവ് നേടുന്ന കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നഹു മയസ്അലില്ല, ആരെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിസ്കരിക്കും, കച്ചവടം ചെയ്യും, ബിസിനസ് ഉണ്ടാകും, എക്സസൈസ് ഉണ്ടാകും, നടത്തുണ്ടാവും, ചാട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ആരോഗ്യം തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആഫിയത്ത് തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ബറക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്നഹു മയസ്അലില്ല, ആരെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ യഗ്ളബു അലൈഹി, അല്ലാഹു അവനോട് കോപിക്കുന്നതാണ്. പ്രാർത്ഥിക്കാൻ മടിയുള്ള ആൾക്കാരോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ്. നമ്മളോട് ഒരാൾ 10 പ്രാവശ്യം ചോദിച്ചാൽ നമുക്ക് അയാളോട് ദേഷ്യം വരിക. അള്ളാഹിനോട് ചോദിക്കാത്തവനോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ്. എന്തും പ്രാർത്ഥിക്കാം, എന്തും ചോദിക്കാം, ദുനിയാവും ആഖിറവും ചോദിക്കാം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു ഹദീസിൽ കൂടെ കാണാം, ഇന്ന അബ്ഖലന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പിശുക്കനായവൻ ആരാന്നറിയുമോ? പണം ചോദിച്ചിട്ട് തരാത്തവനല്ല, സ്വതക്ക ചെയ്യാൻ മടിച്ചവനല്ല, അത് മറ്റൊരു പിശുക്ക്. ഏറ്റവും വലിയ പിശുക്കൻ മൻ ബഖില ബിസ്സലാം, ഒരു പൈസയും ചെലവില്ലാതെ സുഖമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സലാം പറയാൻ പോലും പിശുക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. നമ്മുടെ കടയിൽ കയറി വരുന്ന എത്ര പേരോട് സലാം പറയാറുണ്ട്? കയറി വരുന്നവർ നമ്മളോട് എത്ര പേര് സലാം പറയാറുണ്ട്? ഫോൺ വിളിക്കുമ്പോൾ എത്ര പേരോട് സലാം പറയാറുണ്ട്? നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും സലാമുണ്ടോ? എന്തിനാ സലാം ഇസ്ലാം നിശ്ചയിച്ചത്? സലാം തഹാബു, നന്നായി സലാം വ്യാപിപ്പിച്ചോളി, നന്നായി സ്നേഹമുള്ളവരായി നിങ്ങൾ മാറും, നല്ല സ്നേഹം അധികരിപ്പിക്കപ്പെടും. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള പ്രധാനപ്പെട്ട ബാധ്യത എണ്ണി പറഞ്ഞപ്പോ ആദ്യം പഠിപ്പിച്ചത്, കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, അവനോട് സലാം പറ. ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ് അത് അവന് കൊടുക്കുന്നത്. നിനക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. മരണ വീട്ടിൽ പോലും പ്രാർത്ഥിക്കാനും പറയാനും പറ്റുന്ന വാചകമാണ് അസ്സലാമു അലൈക്കും. എന്തിനാ മടിക്കുന്നത്? എന്തിനാ പറയാൻ നമ്മൾ പിശുക്കുന്നത്? ഏറ്റവും വലിയ പിശുക്കനാണ് സലാമിന്റെ കാര്യത്തിൽ പിശുക്കുന്നവൻ. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും അശക്തൻ ആരാന്നറിയുമോ? ദുർബലനായ രോഗിയല്ല, ആരോഗ്യമില്ലാത്തവനല്ല, ഏറ്റവും വലിയ അശക്തൻ മിൻ അജിസിൻ അനി ദുആ, പ്രാർത്ഥനക്ക് അശക്തനായവനാണ്, പ്രാർത്ഥിക്കാത്തവനാണ്. ഒന്ന് റബ്ബിനോട് മനമൊരുകി തേടി പ്രാർത്ഥിക്കാത്തവനാണ് ഏറ്റവും വലിയ അശക്തൻ, അവനാണ് ശക്തിയില്ലാത്തവൻ. ഇത് നമ്മളെ കുറിച്ച് ഇരുന്ന് വായിക്കേണ്ട, ചിന്തിക്കേണ്ട. ആരോട് പറയണം, ആരോട് പ്രാർത്ഥിക്കണം? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല, അവനാണ് ഹയ്യ്, എപ്പോഴും എന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം, സർവനിയന്താവായവൻ. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കം വരില്ല, മയക്കം വരില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ഉറങ്ങുന്നവരോടാണ്, മയങ്ങുന്നവരോടാണ്, മരിക്കുന്നവരോടാണ്, വൃദ്ധരാകുന്നവരോടാണ്.
എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, കറാമത്തുകൾ പറയാണ്, ഇന്ന വ്യക്തികൾ അവരെങ്ങാനും ഉറങ്ങിപ്പോയാൽ ലോകത്ത് ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും. ആരാ? അള്ളാനെ പറ്റിയല്ല പറയുന്നത്, മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, തലച്ചോറ് പണയപ്പെടുത്താതെ ഇരുന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി നമ്മളെ സഹായിക്കാൻ ആർക്കാ കഴിയുക? അള്ളാഹ്ക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഫഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരണപ്പെട്ടവരെ പ്രാർത്ഥന കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. കേൾക്കാതെ എങ്ങനെയാണ് അവർക്ക് ഉത്തരം ചെയ്യാൻ പറ്റുക? വലാ തുസ്മിഉ സുമ്മദ് ദുആ ഇദാ വല്ലൂ മുദ്ബിരീൻ. ചെവി ഇല്ലാത്തവൻ, ചെവിശേഷി കേൾവിശേഷി ഇല്ലാത്ത ഒരാളെ നീ എത്ര ഉച്ചത്തിൽ വിളിച്ചാലും കേൾപ്പിക്കാൻ കഴിയാത്ത പോലെ മരിച്ചയാളുകളെ കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല നബിയേ. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, കമാ അന്നക ലൈസ ഫീ ഖുദ്റതിക, നബിയേ നിങ്ങളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല അൻ തുസ്മിഅൽ അംവാത, മരണപ്പെട്ട ആളുകളെ ഒക്കെ കേൾപ്പിക്കുക എന്നത്, ഫി അജ്ദാദിഹാ, അവരുടെ ശ്മശാനങ്ങളിൽ. ഖബറടക്കം കഴിഞ്ഞ മരിച്ചുമായി മറവ് ചെയ്ത മനുഷ്യരെ പ്രാർത്ഥന കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയൂല. വലാ തുബ്ലിഗ കലാമക സുമ്മ അല്ലദീന ലാ യസ്മഊന, ചെവി നഷ്ടപ്പെട്ട, കേൾവി നഷ്ടപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്ക് ഒരിക്കലും കേൾപ്പിക്കാൻ കഴിയാത്ത പോലെ തന്നെയാണ് ഈ കാര്യവും എന്ന് നിങ്ങൾ ഓർക്കണം. മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നവർ ഈ ആയത്തിന് നേർ വിപരീതമാണ് വിശ്വസിക്കുന്നത്. മറ്റൊരായത്തിൽ വീണ്ടും അല്ലാഹു പറഞ്ഞു, വമായസ്തവിൽ അഹ്യാ വലൽ അംവാത്, മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല. മരിച്ചവര് കേൾക്കൂല, ജീവിച്ചിരിക്കുന്നവർ കേൾക്കും. മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിക്കാൻ കഴിയും. പല സഹായങ്ങളും പരിധിയിൽപ്പെട്ടത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരിക്കലും സമമല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു കേൾപ്പിക്കും. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, നിങ്ങൾ ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ കഴിവുള്ളവരല്ല. നിങ്ങൾ അതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല, അവർക്കതിന് സാധ്യമല്ല. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ശരിക്ക് വായിക്കണം, സുമ്മ യജൂസ അൻ യർജിഅ ദാ ഇലൽ മഅബൂദീൻ. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ വിഗ്രഹങ്ങൾ മാത്രമല്ല, കല്ലുകൾ മാത്രമല്ല, പ്രതിമകൾ മാത്രമല്ല, ബുദ്ധിയുള്ളവരെല്ലാം പെടും. മിമ്മാ യഅഖിലുൽ മലായികത്തി, മലക്കുകളും ഇതിൽ പെടും. വൽ ജിന്നി, ജിന്നുകൾ പെടും. വൽ അംബിയാ, ഈ അംബിയാക്കന്മാര്. വശയാത്തീൻ, പിശാചുക്കൾ. ആരോടാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല. വഹുവസ് സമീഉൽ അലീം, അല്ലാഹയാണ് സമീഅ്, അല്ലാഹയാണ് അലീം. എല്ലാം അറിഞ്ഞ് എല്ലാം കേട്ട് നമുക്ക് സഹായം തരാൻ പറ്റുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഇനി സുഹൃത്തുക്കളെ, ഭാരതന്മാരായ ഉലമാക്കന്മാർ പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ 3 നേട്ടം ആ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടും. അത് അത്ഭുതകരമായ നേട്ടങ്ങളാണ്. ഒന്നാമത്തെ നേട്ടം, ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. നബി തങ്ങളാ പഠിപ്പിക്കുന്നത്, ഒരാളുടെ ജീവിതത്തിലുള്ള ഖദാ ഖദർ, അയാളുടെ വിധി മാറ്റി മറിക്കുന്നത് ദുആ കൊണ്ടല്ലാതെ ഇല്ല. ദുആ കൊണ്ട് ഒരാളുടെ വിധി മാറ്റി മറിക്കാൻ കഴിയും. 2, വഅന്ന ദുആ യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ, ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഇനി ഇറങ്ങാത്ത കാര്യങ്ങളിൽ നിന്നും ഒരാൾക്ക് ഉപകാരമുണ്ടാക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും. 3, അദ്ദുആ ഹുവൽ ഇബാദ, ഈ പ്രാർത്ഥനയുടെ വാക്കുകളെല്ലാം ഇബാദത്താണ്. അതിന്റെ എല്ലാം വമ്പിച്ച പ്രതിഫലം അയാളെ കാത്തിരിക്കുകയാണ്. നഷ്ടമില്ലാതെ അയാൾക്ക് രക്ഷപ്പെടാം. ഈ പ്രാർത്ഥനകളിൽ, ദുആകളിൽ നമ്മൾ പിശുക്കിയും മാറി നിന്നും ഒഴിഞ്ഞും അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാതെ ആയാൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. സാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ, സാലിഹ് ആലു ശൈഖ് ഹഫിദഹുല്ലാ, ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്താണ്, യദഅഫുൽ തൗഹീദ ഇദാ തറക്കൽ അബ്ദു ദുആ റബ്ബഹു, ഒരാൾ റബ്ബിനോട് പ്രാർത്ഥന അങ്ങ് ഇല്ലാതെയായി പോയാൽ, കുറഞ്ഞു പോയാൽ അയാളുടെ തൗഹീദ് കുറഞ്ഞു പോകും. വകുല്ലമാ ഖല്ല ദുആ ഖല്ല തഅല്ലുഖൽ അബ്ദു ബില്ലാഹി അസ്സ വജല്ല, പ്രാർത്ഥന കുറയും തോറും ഒരു അടിമ അല്ലാഹുവിനോടുള്ള ബന്ധം കുറയും. അള്ളാഹുവായിട്ടുള്ള കണക്ഷനാണത്, അതവിടെ ഇല്ലാതെയാകും. അത് ഇല്ലാതെയായി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ കാല ഖുതുബകളിലൊക്കെ വിശദീകരിച്ച പോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകളെ വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞു. എത്ര വലിയ നേട്ടങ്ങളാണ് ആ ചരിത്രത്തിൽ ഉണ്ടാക്കി കൊടുത്തത്. റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന.
ഇബ്രാഹിം നബിന്റെ വാക്ക, റബ്ബന ഗഫിർലി, റബ്ബേ എനിക്ക് പൊറുത്തു തരണേ, വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും, വലിൽ മുഅ്മിനീന, മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നേരിടുന്ന പരലോകത്ത് രക്ഷപ്പെടാൻ ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശാല മനസ്സ്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഖലീലുള്ള പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ധാരാളം വിജ്ഞാനം നൽകണേ, നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന വിനയാന്വിതമായ പ്രാർത്ഥന. വലാ തുഹ്സിനീ യൗമ യുബ്അസൂൻ, നാളെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എന്നെ അപമാനിക്കല്ല റബ്ബേ. പരലോക കോടതി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ലോകം മുഴുവൻ നിൽക്കുന്ന ആ സദസ്സിൽ എന്നെ അപമാനിക്കല്ല റബ്ബേ എന്ന പ്രാർത്ഥനയുണ്ട്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. എല്ലാം റബ്ബേ റബ്ബനാ എന്നുള്ള വിളിച്ചുകൊണ്ടുള്ള കേണ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അമ്പിയാക്കന്മാരുടെ സകല പ്രാർത്ഥന വായിച്ചോ? വിശുദ്ധ ഖുർആനിലെ മുഴുവൻ വാചകങ്ങൾ നിങ്ങൾ എടുത്തു വായിച്ചോ? ഒരു മഹാനും ഒരു പ്രവാചകനും ഒരു വലിയും ഇലാ ഹളറത്തി പറഞ്ഞിട്ട് പ്രാർത്ഥന തുടങ്ങിയിട്ടില്ല. അല്ലാഹു അല്ലാത്തവരിലേക്കുള്ള ഒരു പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിനകത്ത് ഇല്ല. ആരുടെയെങ്കിലും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഖുർആനിനകത്തില്ല, ഹദീസിനകത്തില്ല. എന്നാൽ സമൂഹത്തിൽ നമ്മളെ ദുആ എന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കുറെ ഹക്ക് ജാഹ് ബറക്കത്തുകളും കുറെ ഇലാ ഹളറത്ത് വിളികളുമൊക്കെ അങ്ങ് നടത്തിയാൽ ഞങ്ങൾ ഭയങ്കര ദുആ ഉള്ള ആളുകളായി എന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന ദുആ ദീൻ പഠിപ്പിക്കാത്ത ദുആകളാണ്. ദീൻ പഠിപ്പിച്ചത്, ഇസ്ലാം പഠിപ്പിച്ചത് എത്ര വലിയ കാര്യമായിട്ടാണ് വഹയിലൂടെ പ്രമാണത്തിനകത്ത് പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ, ദുരന്തങ്ങളിൽ നിന്ന്, ദാരുണമായ മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ.